നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണവുമായി പോലീസ്. കുട്ടി വീഴാനിടയായ സാഹചര്യം അധികൃതരുടെ ഗുരുതര അനാസ്ഥയെന്ന ആരോപണം ഉയർന്നിരുന്നു. തുറന്നിട്ട മാലിന്യക്കുഴിയിൽ വീണാണ് രാജസ്ഥാൻ സ്വദേശിയുടെ 3 വയസ്സുകാരനായ മകൻ മരിച്ചത്. ഇവിടുത്തെ ഭക്ഷണശാലകളുടെ മാലിന്യം ഒഴുകുന്ന മൂടിയില്ലാത്ത കുഴിയിലാണ് കുട്ടി വീണത്. ഇത് തുറന്നു കിടക്കുകയായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടുന്നത് അധികൃതരുടെ ഗുരുതര അനാസ്ഥ കൂടിയായിരുന്നു. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണിതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ആർക്കും യഥേഷ്ടം കയറി ചെല്ലാവുന്ന പുൽത്തകിടിയാണിതെന്നും ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ദൃക്സാക്ഷി പറയുന്നു. അപകടം CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ പുറത്തുവിടാനും അധികൃതർ തയ്യാറായിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മാലിന്യക്കുഴി തുറന്നിട്ടതിൽ വീഴ്ച വരുത്തിയതടക്കം അന്വേഷിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വെള്ളിയാഴ്ച ജയ്പൂരിൽ നിന്നും കൊച്ചിയിൽ വിമാനമിറങ്ങിയ രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിതൻ ജാജുവാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 രക്ഷിതാക്കൾ സമീപത്തുള്ള കഫയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. രക്ഷിതാക്കൾ കഫേക്കുള്ളിലായിരുന്ന സമയത്ത് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തുനിന്നും കളിക്കുകയായിരുന്ന കുട്ടി മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. കുട്ടി 10 മിനിറ്റോളം 4 അടി താഴ്ചയുള്ള കുഴിയിൽ കിടന്നതിന് ശേഷമാണ് അപകട വിവരം രക്ഷിതാക്കൾ അറിയുന്നത്. കുട്ടിയെ കാണാതെ നിലവിളിച്ച് ബന്ധുക്കൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഒടുവിൽ എയർപോർട്ട് അധികൃതർ CCTV പരിശോധിച്ചപ്പോഴാണ് കുട്ടി കുഴിയിൽ വീണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു. പുറത്തെടുത്ത ഉടനെ കുട്ടി മാലിന്യം ഛർദ്ദിച്ചു. പിന്നാലെ അനക്കമറ്റ കുട്ടിക്ക് CPR നൽകിയതിന് പിന്നാലെ തൊട്ടടുത്ത അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം തുടർ നടപടികൾക്കായി കുടുംബത്തിനൊപ്പമുണ്ടെന്ന് വിമാനത്താവള കമ്പനിയായ സിയാൽ അധികൃതർ അറിയിച്ചു. മാതാപിതാക്കൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സിയാൽ ഉറപ്പ് നൽകി.